രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് ഒരു കരട് രാഷ്ട്രീയ പ്രമേയമാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും PBയും അംഗീകരിച്ച കരട് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് വെളിയിലും ചർച്ച ചെയ്യുന്നതിനുള്ള അവസരമാണ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അപ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ വിവാദം എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നത്തെ തമസ്കരിക്കുന്നതിനാണ്. അത് ശശി തരൂർ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ശശി തരൂർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെല്ലുവിളി കോൺഗ്രസിൻ്റെ ഉള്ളിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മോചനം എന്നുള്ള നിലയിലാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തെ സംബന്ധിച്ച് ഇപ്പോൾ വിവാദമാക്കുന്നത്. രാഷ്ട്രീയ പ്രമേയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർവ്വദേശീയ ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കാലിക രാഷ്ട്രീയത്തിൽ CPIM എങ്ങനെ ഇടപെടണം എന്ന അടവുപരമായ നയത്തിന് രൂപം കൊടുക്കുന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം. അപ്പോൾ ആ ഒരു ദൗത്യം പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പാർട്ടി കോൺഗ്രസിൻ്റെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ഈ കരട് രാഷ്ട്രീയ പ്രമേയമായി രൂപപ്പെടുകയുള്ളൂ. ചർച്ചയ്ക്കുള്ള ഒരു വിഷയമെന്നുള്ള നിലയിലാണ് സാധാരണ നിലയിൽ പാർട്ടി കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇപ്പോൾ ബ്രാഞ്ച് മുതൽ തുടങ്ങി പാർട്ടി മെമ്പർമാരല്ലാത്ത നിങ്ങൾക്കും ആ പ്രമേയം വായിച്ച് ഭേദഗതികൾ നിർദ്ദേശിക്കാം. രണ്ടാമത്തെ കാര്യം, ഞങ്ങളൊരിക്കലും BJP ഗവൺമെൻറ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്ന് വിലയിരുത്തിയിട്ടേയില്ല. ഞങ്ങളുടെ 22-ാം പാർട്ടി കോൺഗ്രസും അതുപോലെ തന്നെ 23-ാം പാർട്ടി കോൺഗ്രസും കൃത്യമായി BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ച അവരുടെ വർഗ സ്വഭാവത്തെ സംബന്ധിച്ച് അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പരിശോധിച്ച് അത് വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ, ഇതാണ് ഞങ്ങളുടെ 22-ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത്, വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ. 23-ാം പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ പറഞ്ഞത് RSSൻ്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ട നടപ്പിലാക്കുന്ന ഗവൺമെൻറ്. അപ്പോൾ ഒരു ഫാസിസ്റ്റിക് സ്വഭാവമുള്ള ഗവൺമെൻറ് എന്നാണ് പറഞ്ഞത്. ഫാസിസം വന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഫാസിസം ഇന്ത്യ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ രാഷ്ട്രീയ ഘടന മാറും. പിന്നീടത് യഥാർത്ഥത്തിൽ ഒരു ദേശീയ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാവും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ശക്തികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരൈക്യ മുന്നണി ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെടണം. അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ ഞങ്ങൾക്കില്ല. ഇത് CPIയുടെയും CPI-MLൻ്റെയും വിലയിരുത്തലാണ് ഫാസിസം വന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ ഫാസിസത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാകണം. ഫാസിസത്തെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള ധാരണ ദിമിത്രോവാണ് ഇതിൽ ആദ്യം നല്ല നിർവചനം കൊടുത്തത്. അത് ധനമൂലധനത്തിൻ്റെ ആക്രമണ സ്വഭാവമുള്ള ഒരു സംവിധാനമാണ്. ദ അഗ്രസീവ് ഫോം ഓഫ് ഫിനാൻസ് ക്യാപിറ്റലിസം. 2ാം ലോക മഹായുദ്ധമായാലും 1ാം ലോക മഹായുദ്ധമായാലും അന്നത്തെ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു ക്ലാസിക്കൽ സ്വഭാവമുണ്ട്. അത് വളർന്നിട്ട് ഇപ്പോഴുള്ള ഭരണാധികാരികളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 1ാം ലോക മഹായുദ്ധത്തിൻ്റെയും 2ാം ലോക മഹായുദ്ധത്തിൻ്റെയും ആന്തരിക ഘടന എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഘട്ടത്തിൽ ധനമൂലധനം അഗ്രസീവായി ജനവിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തിയായി രൂപപ്പെട്ടത്. ആ രൂപത്തിൽ ധനമൂലധനത്തിൻ്റെ അഗ്രസീവായിട്ടുള്ള ആക്രമണം ഒരു ഫാസിസ്റ്റ് രൂപം കൈക്കൊണ്ട് ആ രൂപത്തിൽ ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫാസിസത്തിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടത്തിൽ എല്ലാ ആൾക്കാരും അണിനിരക്കണ്ടേ? അങ്ങനെയുള്ള ഒരു കോള് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടോ? ഇന്നേവരെ CPI കൊടുത്തിട്ടുണ്ടോ? ഇതാ ഇവിടെ വന്നിരിക്കുന്നു, ഫാസിസം വന്നിരിക്കുന്നു. എന്നാൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രത്യേകിച്ച് കോർപ്പറേറ്റ് വർഗീയ ശക്തികൾ ഏകാധിപത്യ പ്രവണതകളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരു ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഫാസിസം വന്നുകൂടായികയില്ല. ഇതാദ്യം തന്നെ MGS നാരായണൻ ഒരു 8 കൊല്ലം മുമ്പേ മുന്നറിയിപ്പ് നൽകിയതാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത് ഞാൻ അറിയില്ല. ഇന്ത്യ രാജ്യത്തിൽ ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നതിൻ്റെ 4 ലക്ഷണങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. അതൊരു ഗംഭീര ലേഖനമായിരുന്നു.